ഹായ്. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് പറയാൻ പോകുന്നത്. അതെന്താണെന്നറിയാം? അത് പറയുമ്പോൾ എനിക്ക് 100 നാമ എത്ര പറഞ്ഞാലും തീരില്ല. ആരെക്കുറിച്ചായിരിക്കും? പീലിനെ കുറിച്ചിട്ടാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ആരാ പീലിയെന്ന്? പീലി ഗുരുവായൂരപ്പനെ അല്ലെങ്കിൽ കൃഷ്ണനെ ഞാൻ വിളിക്കുന്ന പേരാണ് പീലി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, മെൻറ്ററാണ്, കളിക്കൂട്ടുകാരനാണ്, എല്ലാമാണ് പീലി. ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സ്പിരിച്വലായിട്ടുള്ളൊരു സപ്പോർട്ട്. നമ്മളെ ലോ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കഷ്ടങ്ങൾ വരുന്ന സമയത്ത്, വിഷമങ്ങൾ വരുന്ന സമയത്ത് നമുക്കൊരു സ്പിരിച്വൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമ്മളെ ഭയങ്കര അധികം ഹെൽപ്പ് ചെയ്യും. പിലിയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ എപ്പോഴും അതിശയത്തോടു കൂടി ചെറുപ്പത്തിൽ ആലോചിക്കുന്ന കാര്യമാണ്. പിലി എന്ന് പറയുമ്പോൾ ഒരു അഡിക്ഷൻ പോലെ എല്ലാവർക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിലിനെ ഇഷ്ടമുള്ള എല്ലാ ആൾക്കാർക്കും അതൊരു അഡിക്ഷൻ പോലത്തെ ഒരു ഇഷ്ടമാണ്. സാധാരണ ശിവഭഗവാനോടോ അല്ലെങ്കിൽ ദേവിയോടോ തോന്നുന്ന ഇഷ്ടം പോലെയല്ല, ഭയങ്കര അഡിക്ഷനാണ്. അപ്പം അതേപോലെയാണ്. പിന്നെ അതല്ലാണ്ട് ഞാൻ കേട്ടിട്ടുള്ളത്, ചെറുപ്പം തൊട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പീലിയുടെ അടുത്ത് നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പരീക്ഷണങ്ങളാത്രേ. എന്നിട്ടാണ് ചെക്കനെ എടുക്കുകയുള്ളൂ. നമ്മളെ വേണോ വേണ്ടോ എന്നുള്ള ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ പരീക്ഷണം കഴിയുന്ന പറയണത്. സോ അതേപോലെ സംഭവം സത്യം കേട്ടോ, ഒരു രക്ഷയില്ല, ഭയങ്കര പരീക്ഷണമാണ്. കുറേ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ ചേർക്കുള്ളൂ. അപ്പോൾ എൻ്റെ ലൈഫിൽ ഇങ്ങനെ കുറേ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ ഫുള്ളായിട്ട് ഡിപ്പെൻഡഡ് ആയിരുന്നത് പീലിയിലാണ്. അപ്പോൾ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് ഇതാണ് അവസാനം, ദിസ് ഈസ് ദ എൻഡ് എന്ന് തോന്നണ പോലെ വരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു കളിയായി മാറിയത്. ആ കളിയായി മാറി കഴിയുമ്പോൾ അവസാനം ഞാൻ പീലിയോട് പറഞ്ഞു, ഓക്കെ, നീ എത്ര ബുദ്ധിമുട്ടുവാണെങ്കിൽ എനിക്ക് തന്നോളൂ, എത്ര സങ്കടമാണെങ്കിൽ തന്നോളൂ, എനിക്കൊരു പരാതിയില്ല. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, എൻ്റെ കൂടെ നിൽക്കണം, എൻ്റെ കൂടെ ഉണ്ടാവണം. അത് മാത്രമേ എനിക്ക് കണ്ടീഷനുള്ളൂ. എത്ര വേണമെങ്കിലും ദുഃഖം തന്നോളൂ, വിഷമം തന്നോളൂ, എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇന്ന് വരെ അതിനുശേഷം ചിലപ്പോൾ നമ്മൾ ചോദിക്കും, ദിസ് ഈസ് ദ എൻഡ്, ഇനി ഇതിന് ശേഷം ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ ഫുൾ ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പുഷ്പം പോലെ ഈ ചിക്കൻ കയ്യിലെടുത്ത് ഇപ്പുറത്തോണ്ടിരിക്കും. അത്രയും കെയറിങ് ആണ്. പക്ഷേ നമ്മളിങ്ങനെ സറണ്ടർ ചെയ്യണം. അപ്പം നിങ്ങളും ഭഗവാനിലൊന്ന് സറണ്ടർ ചെയ്തിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. ഭയങ്കര മിറാക്കിൾസ് ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മീതി സന്ധിക്കും വരെ വണക്കങ്ങൾ വേണ്ടി കണ്ടത് നിങ്ങളുടെ സ്വന്തം ബാല.